എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജോലി എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഓരോ ദിവസവും പഠിക്കും, ഒരുപാട് സ്ട്രെസ് എടുക്കും, പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്യും, എഴുതും, അതിനുവേണ്ടി റിസൾട്ട് വെയിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ജോലിയാണ്. പലർക്കും ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് ആയിരിക്കും ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തെ തീരുമാനിക്കുന്നത്. അപ്പോൾ ചിലർക്കത് പൈസ തന്നെയായിരിക്കും. നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നന്നായി ജീവിക്കാനുള്ള പൈസ കണ്ടെത്തുക എന്നുള്ളതാണ് ജോലി. ചിലർക്ക് വിചാരിച്ച ജോലി തന്നെ, ചിലർക്ക് SI ആവണം, അല്ലെങ്കിൽ പോലീസ് ഇൻസ്പെക്ടർ ആവണം, സർക്കിൾ ഇൻസ്പെക്ടർ ആവണം, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് വേണം, അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ, ഇങ്ങനെയുള്ള കാര്യം ഇത് ഈ ജോലി തന്നെ ചെയ്യണം, ഇങ്ങനൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് SI ആവണം എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. ചില ആൾക്കാർ മാരേജ് വിചാരിക്കുന്നുണ്ട്, കല്യാണം, നല്ല പ്രപ്പോസൽ, അതുപോലെ തന്നെ സെറ്റിൽഡ് ആയിട്ടുള്ള ജീവിതം, അങ്ങനെ വിചാരിക്കുന്നവരുണ്ട്. ചില ആൾക്കാർക്ക് സ്റ്റേറ്റസ് ബേസ്ഡ് ആയിരിക്കും. അവർ ഫിനാൻഷ്യലി വെൽ ഓഫ് ആണെങ്കിൽ പോലും, ബിസിനസ്സും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും ചിലതിന് സ്റ്റേറ്റസ് കൂടുതലാണ് എന്ന് വിചാരിക്കുന്നവരുണ്ട്. അപ്പോൾ സർക്കാർ ജോലി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റസ് ആയി എടുക്കുന്നവരുണ്ട്. ചില ആൾക്കാർ ഫിസിക്കൽ അസറ്റ്സ്, ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് പറഞ്ഞ പോലെ കാറ്, വീട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്നു. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സാണ്, അത് ആവശ്യമാണ്, അത് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് തീരുമാനിക്കുന്നതാണ്. ചില ആൾക്കാർക്ക് അങ്ങനെയുള്ള മെറ്റീരിയൽ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ടാകും ജോലിയായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇതൊക്കെ ഒരു കൾമിനേഷനാണ്. ഇത്രയും കാര്യങ്ങൾ ആവശ്യമാണ്. ഇതൊക്കെ നമ്മളെ ഡ്രൈവിംഗ് ഫാക്ടേഴ്സാണ് മുമ്പോട്ട് പോകാൻ. ഈ വർഷം കിട്ടണം. ചില ആൾക്കാർക്ക് ഡെഡ് ലൈൻസ് ഉണ്ടാവും, ഈ വർഷം തന്നെ ജോലിയിൽ കയറണം. അങ്ങനെ അഗ്രസീവായിട്ട് ടൈം ടേബിൾ പ്ലാൻ ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എന്താണോ നിങ്ങൾക്ക് വേണ്ടത്, ജോലി കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ റിക്വയർമെൻറ്റ്, എന്ത് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, എന്തിനാണ് നിങ്ങൾക്ക് ജോലി എന്നുള്ളത് നിങ്ങൾ കൃത്യമായി ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതായത് ഫിനാൻഷ്യൽ നീഡ്സും അതുപോലെ തന്നെ മുമ്പോട്ടുള്ള സെറ്റിൽ ലൈഫും അല്ലാതെ ആംബീഷ്യസ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഹോം, കാർ, അല്ലെങ്കിൽ മാരേജ്, അല്ലെങ്കിൽ സ്റ്റേറ്റസ്, അങ്ങനെ എന്തുമായിക്കൊള്ളട്ടെ നിങ്ങളുടെ ഉദ്ദേശം, അത് ക്ലബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏതുമായിട്ടാണ് ക്ലബ് ചെയ്യേണ്ടത്? എഫേർട്ടുമായിട്ട് ക്ലബ് ചെയ്യണം. നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പരീക്ഷയ്ക്കുള്ള എഫേർട്ടുമായിട്ട് നിങ്ങളുടെ ഭാവി പരിപാടികൾ എന്താണോ നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത്, അത് ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ കുറേയും കൂടി സെൽഫ് മോട്ടിവേറ്റഡ് ആവാനുള്ള സാധ്യത, അതായത് എല്ലാ പ്രാവശ്യവും നമുക്ക് ഇല്ലാത്തൊരു കാര്യമാണ് മോട്ടിവേഷൻ. അപ്പോൾ സെൽഫ് മോട്ടിവേറ്റഡ് ആവാൻ സാധിക്കുകയും അതുപോലെ തന്നെ മുമ്പോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഒരുപാട് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുന്നവരുണ്ടാവും, അതുപോലെ വീക്കറായിട്ടുള്ള ആൾക്കാരുണ്ടാവും, അതുപോലെ ആഗ്രഹമുണ്ടായിട്ടും അല്ലെങ്കിൽ പല ലിസ്റ്റിലും വന്നിട്ടും കിട്ടാത്തവരുണ്ടാവും. അങ്ങനെ ഒരുപാട് സെക്ഷൻ ഓഫ് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അപ്പം ഇവർക്കൊക്കെ ഈ പറഞ്ഞ മോട്ടീവ് സ്ട്രോങ് ആയിരിക്കണം. അപ്പോഴാണ് നമ്മുടെ എഫേർട്ടും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളും സ്ട്രോങ് ആവുന്നത്. അപ്പോൾ ഡെഡിക്കേഷൻ കൂടുന്നതിനനുസരിച്ച് നമുക്ക് റിസൾട്ട്സ് ഉണ്ടാവും. അപ്പോൾ നല്ല റിസൾട്ടുകൾ പ്രതീക്ഷിക്കാനും അതുപോലെ തന്നെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാനും നമുക്ക് എപ്പോഴും പറ്റണം. അതിന് നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കണം. അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളും നിങ്ങളുടെ എഫേർട്ടുമായിട്ട് ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ എഫേർട്ട് എടുക്കാൻ കുറച്ചുകൂടെ കൂടുതൽ ഇൻറ്റൻസിറ്റി ഉണ്ടാവും, അതിനനുസരിച്ച് റിസൾട്ട്സും ഉണ്ടാവും. അതുകൊണ്ട് ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാവർക്കും അവരവരുടെ ലക്ഷ്യസ്ഥാനത്തെത്താൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുകയാണ്.